അച്ഛൻ നിങ്ങളെ കുരിശ് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രാർത്ഥന വേസ്റ്റ് ആകത്തില്ല. ഈ പ്രാർത്ഥനയുടെ പിന്നിലെല്ലാം 61 വർഷത്തെ കർത്താവിലുള്ള വിശ്വാസ ജീവിതമുണ്ട്. അച്ഛനായതുകൊണ്ട് ഇങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കണമല്ല. ഞാൻ അച്ഛൻ കുടുംബത്തിൽ വെച്ചും എല്ലാ വീട്ടിലൊക്കെ പോയി വനവാസം നടത്തുകയും പള്ളിയിൽ മഴയും കൊണ്ടൊക്കെ പോവുകയും എല്ലാ മഴയത്തും കാറ്റിനുമൊക്കെ ഒടിഞ്ഞ കൊടിയും കൊണ്ട് പോകണത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വളരെ കാലത്തെ ബന്ധങ്ങളാണത്. അതിന് ശേഷമാണെങ്കിലും ഒരു തുള്ളി സമയം പോലും വേസ്റ്റായിട്ടില്ല. എന്നെ ബൂസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥന സീരിയസ് ആയിട്ട് സ്വീകരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സീരിയസ് ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ടേക്ക് ഗോഡ് സീരിയസ്. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തെ ശ്വാസം ചെയ്യുന്നു. അങ്ങ് കർത്താവെ, ഞാനിത് പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല. ഇന്നത്തെ പ്രഭാതത്തിൽ മനസ്സിൻ്റെ ഭാരവുമായിട്ട് എഴുന്നേൽക്കുന്ന അനേകം മക്കളുണ്ട്. അബോർഷൻ വന്നുപോയ അമ്മമാര്, ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് ഓർത്തിരുന്നിട്ട് അവസാനം മാസങ്ങളെ കൊണ്ട് കുഞ്ഞ് ജനിക്കേണ്ടതായിട്ട് കാത്തിരുന്നു. പക്ഷേ പ്രഗ്നൻ്റായി. പിന്നീട് താമസിക്കാതെ അത് സ്പോട്ടിങ് ആയിപ്പോയി. കർത്താവ്, അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും എന്നോട് പറഞ്ഞതോ നേരത്തെ കേട്ടതിൻ്റെ ഓർമ്മയല്ല, എൻ്റെ മനസ്സിലിപ്പോൾ വന്നതാണ്. ഇത് കേൾക്കുന്ന ആരോഗ്യം ഉണ്ട്. അവരെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ദൈവവേദനെ ഒരു സീല് ഇല്ലാത്തതിൻ്റെ പേരിൽ, സീല് മാഞ്ഞുപോയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരെ കാണിക്കുന്നുണ്ട്. അതിനെല്ലാം റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നീ വിഷമിക്കരുതെന്ന് ഈശോ പറയുന്നു. നീ എന്ത് വിഷമം ഉണ്ടെങ്കിലും ആ സമയത്ത് കർത്താവിനെ ഓർക്കാൻ പറയുന്നുണ്ട്. ഓർമ്മ വലിയൊരു കാര്യമാണ്. കർത്താവ് പറഞ്ഞില്ലേ, കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് ഓർത്തിരിക്കുന്ന ഒരു സ്വഭാവമാണ്. പണ്ട് ഒരു സ്ത്രീ കർത്താവിൻ്റെ ഭാഗത്തെങ്കിൽ തൈലം പൂശില്ലേ. അപ്പം യൂദാസ് അതിനെതിരെ, ആ ബethനിയയിലെ മറിയത്തിനെതിരെ യൂദാസ് പിറുപിറുത്തില്ലേ. അപ്പം കർത്താവ് അവളോട് പറഞ്ഞ നന്ദി എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും എന്നല്ല പറഞ്ഞത്. അതിനെ അവിടെ ജനക്കൂട്ടം ഉണ്ടായിരുന്ന കൊണ്ടാണ് പറഞ്ഞത്, ലോകത്തിലിവിടെ എല്ലാം സുവിശേഷം പ്രഘോഷിച്ചാലും ഇവൾ ചെയ്ത കാര്യം ഓർത്തിരിക്കും. ആ ശരിക്കും പറഞ്ഞാൽ അതെന്താണ് പറയാതെ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും. അതാണ് ഈശോ. അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം. ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോയിൽ ജീവിക്കും. കർത്താവ്, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരങ്ങയെ ആഴത്തിൽ അറിയാൻ ഇടയാക്കണം. അവരുടെ ഓരോ തകർച്ചകളിലും നീ സന്ധിച്ചിട്ടുണ്ടെന്നും